വയനാട് പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് വേണമെന്നും പുനരധിവാസം സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പുനരധിവാസത്തിനു വേണ്ടി സർക്കാരിന്റെ ക്രിയാത്മക നടപടികൾക്ക് പിന്തുണ നൽകും. അതിനൊപ്പം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും നൽകും. ദേശീയ ദുരന്തമെന്ന് പേരിട്ട് വിളിച്ചെങ്കിലും വയനാട് ഉരുൾപൊട്ടലിനെ L3-യിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പരമാവധി സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പുനരധിവാസം വേണ്ടിവരുന്ന 450 കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിഗണിക്കണം. കുറെ ആളുകൾക്ക് സർക്കാർ തന്നെ തൊഴിൽ നൽകേണ്ടി വരും. ചിലർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി നൽകണം. കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് വീണ്ടും കൃഷി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. പുനരധിവാസത്തിന് വേണ്ടിയുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഗ്രൗണ്ടും സ്കൂളും അംഗൻവാടിയും ഉൾപ്പെടെ നിർമ്മിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് മാതൃകാ പദ്ധതി തന്നെ നടപ്പിലാക്കും. പുനരധിവാസം എന്നത് ഫാമിലി പാക്കേജാക്കി നടപ്പിലാക്കിയാൽ മാത്രമേ ഫലപ്രദമാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കുമുണ്ട്. ഇതിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ മാപ്പ് ചെയ്യണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജിയോളജി വകുപ്പ്, കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവയെ സഹകരിപ്പിച്ച് AI സഹായത്തോടുകൂടിയുള്ള വാർണിംഗ് സിസ്റ്റം കേരളം മുഴുവൻ സ്ഥാപിക്കണം. കാലാവസ്ഥാ വ്യതിയാനം സർക്കാർ കാണാതെ പോകരുത്. കാലാവസ്ഥാ മാറ്റത്തിന് അനുസരിച്ചുള്ളതാകണം സർക്കാരിന്റെ നയരൂപീകരണവും. ഇതൊക്കെ പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടിയുള്ള KRL-നെ UDF എതിർത്തത്. പാരിസ്ഥിതികമായ വിഷയങ്ങളെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടെ നോക്കിക്കണ്ട് മാത്രമേ പുതിയ നയങ്ങൾ രൂപീകരിക്കാവൂ എന്നതാണ് UDF-ന്റെ അഭിപ്രായമെന്നും സതീശൻ വ്യക്തമാക്കി. കൃത്യമായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത്. കാരണം ഇതിൽ ഒരുപാട് പേർ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ നഷ്ടപ്പെട്ട വീടുകളുണ്ട്. അവരെന്ത് ചെയ്യും? വാടക കൊടുത്താലും വാടക വീട്ടിൽ പോയി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ മാത്രമായവരുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, മക്കളുടെ മക്കളും നഷ്ടപ്പെട്ടവർ. അവർക്ക് സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സർക്കാർ ചെയ്യേണ്ടത് ഒരു 400-450 കുടുംബങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യണം. അതിൽ കുറേ കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരുണ്ടാകും. നമുക്ക് ആവശ്യമായ സഹായം കൊടുത്ത് റെൻറ്റിന് വീടെടുത്ത് റെൻറ്റ് കൊടുത്ത് അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യം ഒരു പാത്രം പോലും ഉണ്ടാവില്ല, ഒരു തുണി പോലും ഉണ്ടാവില്ല, അതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ അതിനാവശ്യമായ സഹായ കുടുംബത്തിന് ഒരു വാടക വീട്ടിൽ പോയോ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കോ താമസം മാറുമ്പോൾ ആവശ്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തൊഴിൽ, കുറേ പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടി വരും, സർക്കാർ തൊഴിൽ കൊടുക്കേണ്ടി വരും, കുറേ പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിച്ചവരുണ്ട്. അവർക്ക് ഏതെങ്കിലും സ്ഥലം ഗവൺമെൻറ് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ ഏജൻസികൾ മുൻകൈയെടുത്ത് കൃഷി ചെയ്ത് പാട്ടത്തിനാണെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ വേണം. അപ്പോൾ ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലമെടുത്തിട്ട് കുറച്ച് പൊതുവായ സ്ഥലം, കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും സ്കൂളും അതുപോലെ ചെറിയ അംഗൻവാടിയും ഒരു പൊതുസ്ഥലവും എല്ലാം ഉപദേശിച്ചുള്ള ഒരു സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച 100 വീട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് കൂടി ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങളത് വളരെ ഫലപ്രദമായി ചെയ്യണം, ഒരു മോഡലായി ചെയ്യണമെന്നാണ്. സർക്കാരും അതുപോലെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ പുനരധിവാസം എന്ന് പറയുന്നത് സമഗ്രമായൊരു ഫാമിലി പാക്കേജാക്കി ചെയ്താൽ മാത്രമാണ് അത് ഫലപ്രദമാകുന്നത്. അതോടൊപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം മറന്നു പോവും, വീണ്ടും ദുരന്തങ്ങളുണ്ടാവും, വീണ്ടും നമ്മൾ പോവും, വീണ്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇതാവും, നമ്മളെല്ലാവരും ചില്ലറല്ല. ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ്, ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം. മണ്ണ് പരിശോധനകൾ അത്തരം സ്ഥലങ്ങളിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ, കാലാവസ്ഥ പ്രവചന വകുപ്പിനെ എല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയ ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. കേരളം മുഴുവൻ, വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏത് സമയത്തും അതിതീവ്ര മഴ പെയ്യാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, ചക്രവാത ചുഴി ഉണ്ടാകാം, സൈക്ലോൺ ഉണ്ടാകാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ കൂടി പറഞ്ഞതാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സർക്കാർ കാണാതെ പോകരുത്. ക്ലൈമറ്റ് ചേഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ KRL-നെ എതിർത്തത്. ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് KRL-നെ എതിർത്തു. കേരളത്തിൽ 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി പോയതാണ്. അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തായിരുന്നു?
പാരിസ്ഥിതികമായ വിഷയങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടുകൂടി നോക്കിക്കണ്ടുവേണം ഇനി പുതിയ നയങ്ങൾ രൂപീകരിക്കുക. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ ഉള്ള എല്ലാ നടപടികൾക്കും, സർക്കാരിൻ്റെ ക്രിയാത്മകമായ എല്ലാ നടപടികൾക്കും കലവറയില്ലാതെ ഞങ്ങൾ പിന്തുണ നൽകും. അതിൻ്റെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ ആ കൂട്ടത്തിൽ നിർദ്ദേശങ്ങൾ നൽകും. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ്. എന്തായാലും അത് ഏറ്റവും ഭംഗിയാക്കി അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുവരെ കേരളത്തിൽ കാണാത്ത ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന്.